ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കൊഞ്ചും വഴുതനങ്ങയും തക്കാളിയൊക്കെ വെച്ചിട്ടൊരു നാടൻ കറി തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 350 ഗ്രാം കൊഞ്ച്, മീഡിയം സൈസിലുള്ള കൊഞ്ചാണ് കേട്ടോ. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 വഴുതനങ്ങ. അത് ഉണ്ട വഴുതനമാണ് കേട്ടോ. നമ്മൾ തീയലിന് കട്ട് ചെയ്യില്ലേ, ആ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ വലുപ്പത്തിൽ 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് തക്കാളി ഞാൻ 2 എണ്ണം അതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സവാള ഒരുപാട് അങ്ങ് പേസ്റ്റ് ആകുന്നവരെ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി എടുത്താൽ അമ്മലും മതിയാകും കേട്ടോ. ചെറിയുള്ളി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയുടെ മിക്സഡാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ എരിവ് കുറവായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിക്ക് ആവശ്യമുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ തക്കാളിയൊക്കെ ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ നമ്മൾ വഴറ്റുന്നില്ല. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് കുക്കായി കിട്ടുന്ന വെജിറ്റബിൾസാണ്. ഇപ്പോൾ വഴുതനങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ വഴുതനങ്ങ കട്ട് ചെയ്താൽ ഉടനെ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. കാരണം ഇതിൽ ചെറിയ കാരമുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ നല്ല ഫ്രഷായിട്ട് കിട്ടും. വഴുതനങ്ങ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നത്. കൊഞ്ച് പിന്നെ അധിക സമയം ഇട്ടൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കൊഞ്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൊഞ്ചിൽ മസാല നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അല്പം കുഴഞ്ഞ പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഇതിൽ വെള്ളം ചേർക്കാതെ നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ അല്പം ഗ്രേവിയോട് കൂടിയാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. കൊഞ്ച് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യം വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വേവെന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ കിടന്ന് വേണം കേട്ടോ വേവാനായിട്ട്. ഇനി പാകത്തുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ വഴുതനങ്ങ കുക്കായി വരാൻ അധിക സമയമൊന്നും വേണ്ട. വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും. ഗ്രേവി ഒന്ന് കുറുകി വരണം. ഇനി നമുക്ക് കുറച്ച് സമയം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഗ്രേവി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗ്രേവി ഒരു അല്പം കൂടി കുറുകി വരാനുണ്ട് കേട്ടോ. ഞാനൊരു അല്പം തിക്കായിട്ടുള്ള പരുവത്തിലാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല തിള വന്നിട്ട് കറി ഒരല്പം കൂടി കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ കൊഞ്ചും വഴുതനങ്ങയൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. കറിക്ക് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. കാരണം ഇരിക്കും തോറും ഇത് അല്പം കൂടി തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും. ഇനി അധിക സമയത്ത് കുക്ക് ചെയ്യേണ്ട. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. തണുത്തതിന് ശേഷം കറി ഒരല്പം കൂടി തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇനി ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് ആ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ കൊഞ്ചും വഴുതനവും തക്കാളിയൊക്കെ വെച്ച് തയ്യാറാക്കിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. തീയലൊക്കെ കഴിച്ച് മടുത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഉറപ്പായും ഇഷ്ടമാകും.
എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.